അസുരന്മാരുടെ രാജാവായിരുന്നു രംഭാസുരൻ. അസുരന്മാർക്ക് ശക്തി മാത്രമല്ല ബുദ്ധിയും ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് തെളിയിച്ച അതിശക്തനും കൂർമ്മ ബുദ്ധിയും ഉണ്ടായിരുന്ന അസുരകുലത്തിൻ്റെ അപ്പസ്തോലനായിരുന്നു മേൽപ്പറഞ്ഞ പുള്ളിക്കാരൻ. ദേവന്മാരൊക്കെ ഈ മൂപ്പരെ പേടിച്ച് സൈഡ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സംഗതി കളറായി രമ്മൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മൂപ്പർക്ക് ഒരു അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല. അല്ല, അത് ഉണ്ടാവുകയുമില്ല. അതിൻ്റെ പുറകിൽ ഒരു ശാപത്തിൻ്റെ ഫ്ലാഷ് ബാക്കുണ്ട്. രമ്മന് മനുഷ്യൻ, അസുരൻ, ദേവൻ ഈ 3 ഗണത്തിലെയും സ്ത്രീകളിൽ ഒരു കുഞ്ഞു പോലും ജനിക്കാതെ പോകട്ടെ എന്ന് ഒരു മഹർഷി ശാപം ഉണ്ടായിരുന്നു. തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് രമ്മൻ കഷ്ടപ്പെട്ട് വാങ്ങി തലയിൽ വെച്ചതാണ് ഈ ശാപം. ഒടുവിൽ തന്നെ ശപിച്ച മഹർഷിയുടെ കാൽക്കൽ വീണ് രമ്മൻ ശാപത്തിന് കുറച്ച് ഭേദഗതികൾ വരുത്തി. ആ ഭേദഗതിയുടെ പേരാണ് മഹിഷാസുരൻ. രമ്മന് ഒരു പോത്തിൽ ജനിച്ച സന്താനമാണ് സാക്ഷാൽ മഹിഷാസുരൻ. പോത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും ചേർന്ന ഒരു കുഞ്ഞ്. അസുരന്മാരിൽ അങ്ങേയറ്റം എറണക്കേട് കയ്യിലിരിപ്പായി ഉണ്ടായിരുന്ന ഒരു അസാധാരണ ഐറ്റമായിരുന്നു മഹിഷാസുരൻ. രംഭാസുരൻ്റെ 10 മടങ്ങ് ക്രൂരത, ബുദ്ധികൂർമ്മത, രൗദ്രത കൂടാതെ പോത്തിൻ്റെ സ്വഭാവം ഇതെല്ലാം കൂടി ചേർന്നതായിരുന്നു മഹിഷാസുരൻ. അസുരകുലത്തിൻ്റെ കൺകണ്ട ദൈവം. 3 ലോകവും തനിക്ക് അടക്കി ഭരിക്കണമെന്ന തീവ്രമായ ആഗ്രഹം മഹിഷൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന കാലം. ദേവന്മാർ ഭൂരിഭാഗവും ആദ്യം രംഭാസുരനെയും ഇപ്പോൾ മഹിഷാസുരനെയും ഭയന്ന് പൊടിക്ക് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സമയം കൂടിയായിരുന്നു. അതിനിടെ മഹിഷൻ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തെപ്പറ്റിയും ദേവലോകത്തെപ്പറ്റിയും അറിയാനിടയായി. നേരിട്ട് ദേവേന്ദ്രനോട് മുട്ടാൻ മൂപ്പരൊന്നും മടിച്ചു. ഈ ദേവന്മാരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ വരങ്ങൾ ദേവന്മാരുടെ സുരക്ഷയ്ക്ക് കൈവശമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മഹിഷന് അജ്ഞാതമായിരുന്നു. ആദ്യം താൻ ആക്രമിക്കാൻ പോകുന്ന ശത്രുവിൻ്റെ സൈനിക ബലത്തിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാനായി തൻ്റെ സൈന്യത്തിലെ പണിയറിയാവുന്ന നല്ല എണ്ണം പറഞ്ഞ ചാരന്മാരെ മഹിഷൻ പല രൂപത്തിൽ അതിനായി പറഞ്ഞു വിട്ടു. അങ്ങനെ കുറച്ചധികം നാളുകളെടുത്ത് മഹിഷനൊരു ഫൈനൽ പ്ലാനിലെത്തി. ദേവേന്ദ്രനെ ആക്രമിക്കുന്നതിന് മുമ്പ് സ്വന്തം സൈനിക ശക്തി കൂട്ടിയാൽ മാത്രം പോരാ, തന്നെ ആരാലും തീർക്കാൻ കഴിയാത്ത വിധം അമരത്വം നേടണം. എന്നാലേ ഈ ദേവന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ദേവന്മാർക്ക് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ബാക്കപ്പ് സപ്പോർട്ടും ഉണ്ട്. ഈ പറഞ്ഞ 3 പേരും ചില്ലറക്കാരല്ല താനും. അപ്പോൾ ഈ 3 പേരിൽ ആരെയെങ്കിലും കുപ്പിയിലിറക്കി അതിശക്തമായ അതിജീവനത്തിൻ്റെ വരം നേടിയെടുക്കണം. ഒടുവിൽ ഒരുപാട് കൂട്ടിക്കിഴക്കലിനൊടുവിൽ മഹിഷൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കാൻ തന്നെ ഉറച്ച് കച്ചകെട്ടി ഇറങ്ങി. ബ്രഹ്മാവ് നോക്കുമ്പോൾ തന്നെ കഠിന തപസ്സിലൂടെ ആരാധിക്കുന്നത് ഒരു ദേവനോ മനുഷ്യനോ അസുരനോ അല്ല, ഒരു പോത്ത്. സംഗതി വെറൈറ്റിയാണല്ലോ എന്ന് മൂപ്പർക്കും തോന്നി. തന്നോട് ഇത്രയ്ക്ക് വിധേയത്വവും ആരാധനയുമുള്ള ഒരു പോത്തിനു മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി. പക്ഷേ ഈ ഒരു പോയിന്റിൽ വെച്ച് തനിക്ക് സംഗതി പാളിയെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. തന്നെ തപസ് ചെയ്തിരുന്നത് വെറുമൊരു പോത്തായിരുന്നില്ല, അത് രംഭൻ എന്ന അസുരൻ്റെ തലതെറിച്ച സന്താനമായിരുന്നുവെന്ന്. ആദ്യം ബ്രഹ്മാവ് താൻ തലവെച്ച ഗടിയിൽ നിന്ന് ഒന്ന് ഊരാൻ നോക്കി. മഹിഷൻ്റെ കത്രികപ്പൂട്ടിൽ നിന്ന് അങ്ങനെ എളുപ്പം ഊരിപ്പോരുക എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അസാധ്യം. ഒടുവിൽ ഗതിമുട്ടി ബ്രഹ്മാവ് മഹിഷൻ ചോദിച്ച വരം നൽകി അടുത്ത വണ്ടിക്ക് തിരിച്ച് ബ്രഹ്മലോകത്തെത്തി. മൂപ്പര് മഹിഷന് കൊടുത്ത വരം ഇങ്ങനെയായിരുന്നു: ദേവൻ, അസുരൻ, മനുഷ്യൻ ഈ 3 പേരിൽ പുരുഷനായി പിറന്നവരാൽ താനൊരിക്കലും വധിക്കപ്പെടാൻ പാടില്ല. തന്നെ വധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ കൈയാൽ മാത്രമേ അത് സംഭവിക്കാൻ പാടുള്ളൂ. ദുർബലയും അബലയുമായ വെറുമൊരു പെണ്ണ് തന്നെ എന്തായാലും വധിക്കാനൊരു സാധ്യതയുമില്ല എന്ന് മഹിഷന് ഉറപ്പായിരുന്നു. ജന്മനായ ഏത് രൂപവും ഒരു ഞൊടിക്കുള്ളിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു മായാജാലം മഹിഷന് സിദ്ധിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് ആടോടായി കിട്ടിയ ഈ ഒരു വരവും. വരം കിട്ടി ആദ്യം മഹിഷൻ ചെയ്തത് തൻ്റെ ദൂതനെ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ദൂതനായി പറഞ്ഞു വിട്ടു. ദൂത് ഇങ്ങനെ: എത്രയും വേഗം ദേവലോകവും താവരജംഗമ വസ്തുക്കളും ഒഴിഞ്ഞു തരിക, ഇല്ലെങ്കിൽ താനുമായി യുദ്ധത്തിന് തയ്യാറാകുക. ദേവേന്ദ്രൻ മഹിഷൻ്റെ ദൂതനെ തേച്ചൊട്ടിച്ച് തിരികെ വിട്ടു. ദൂതനെ കൊല്ലാൻ പാടില്ല എന്ന അലിഖിത നിയമം ഉള്ളതുകൊണ്ടും തൻ്റെ മറുപടി മഹിഷൻ്റെ സമക്ഷം എത്തേണ്ടതുകൊണ്ടും മാത്രം ദേവേന്ദ്രൻ മഹിഷൻ്റെ ദൂതനെ കൊന്നില്ല. തൻ്റെ ദൂതൻ അവമാനിതനായി തിരിച്ചു വരുന്നത് കണ്ട മഹിഷൻ അപ്പോൾ തന്നെ ദേവലോകം ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തു. മഹിഷൻ്റെ രാക്ഷസപ്പട ദേവേന്ദ്രൻ്റെ നേരെ ചീറിയെടുത്തു. ആദ്യമൊക്കെ ആക്രമണത്തിലായിരുന്നു ദേവസൈന്യം ശ്രദ്ധിച്ചിരുന്നെങ്കിലും മഹിഷൻ്റെ അസുരാക്രമണത്തിൽ പതിയെ ദേവേന്ദ്രൻ്റെ സൈന്യം പ്രതിരോധത്തിലേക്ക് ചൂടുമാറ്റി. ദേവേന്ദ്രൻ്റെ സൈന്യത്തിൻ്റെ പത വന്നു തുടങ്ങി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. ദേവേന്ദ്രൻ മഹിഷിനെ തീർക്കാനുള്ള ഒരു വഴി ചോദിച്ച് ദേവഗുരു ബൃഹസ്പതിയെ കണ്ട് സങ്കടം പറഞ്ഞു.
ഇത് കേട്ട് ഗുരു കൈമലർത്തി. മഹിഷൻ്റെ പ്രൊഫൈൽ നന്നായി അറിയാവുന്ന ആളാണ് ദേവഗുരു. ഒന്ന് മാത്രം മൂപ്പര് ദേവേന്ദ്രനോട് പറഞ്ഞു, പൊരുതി നിൽക്കുക പരമാവധി. അപ്പോഴേക്കും താൻ മഹിഷിനെ തീർക്കാനുള്ളൊരു പോംവഴി കണ്ടുപിടിക്കാം. അതുവരെ സ്വന്തം ജീവൻ കളയാതെ നോക്കുക. ഇതുകൂടി കേട്ടതോടെ ദേവേന്ദ്രൻ്റെ ശേഷിച്ച ആത്മവിശ്വാസവും ആവിയായിപ്പോയി. മഹിഷൻ്റെ അസുര സൈന്യം ദേവേന്ദ്രൻ്റെ സൈന്യത്തിനെതിരെ വമ്പൻ ആക്രമണമായിരുന്നു അഴിച്ചുവിട്ടത്. മഹിഷൻ നരിയായി ദേവന്മാരെ കടിച്ചു കീറിയും ആനയായി ദേവസൈന്യത്തെ ചവിട്ടിമെതിച്ചും പോത്തായി തൻ്റെ എതിരാളികളെ ഇടിച്ച് ചോര തുപ്പിച്ചും മുന്നേറിക്കൊണ്ടിരുന്നു. മഹിഷാസുരൻ്റെ പരാക്രമണത്തിൽ ദേവേന്ദ്രൻ പകച്ചു. ഒടുവിൽ ദേവേന്ദ്രൻ ഇനി തനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലായതോടെ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. തനിക്ക് ഏറ്റവും അടുപ്പമുള്ള കശ്യപ മഹർഷിയുടെ മകനാണ് ദേവേന്ദ്രൻ. അതുകൊണ്ട് ദേവേന്ദ്രനെ ബ്രഹ്മാവിന് കൈവിടാനും വയ്യ. ബ്രഹ്മാവ് ദേവേന്ദ്രനോട് ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. മഹിഷിനെ തീർക്കുക അസാധ്യം, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അസാധാരണ പരാക്രമണം കൈവശമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അത് സാധിക്കൂ. ഉടനെ ദേവേന്ദ്രൻ അങ്ങനെ ഒരു സ്ത്രീ എവിടെയുണ്ട് എന്ന ചോദ്യത്തിലെത്തി. അങ്ങനെയുള്ള സ്ത്രീ ഇതുവരെ ജന്മമെടുത്തിട്ടില്ല. ഇനി അത് സാധ്യമാകണമെങ്കിൽ ശിവനും വിഷ്ണുവും കൂടി മെനക്കെട്ടിറങ്ങണമെന്നുകൂടി ബ്രഹ്മാവ് ദേവേന്ദ്രനെ അറിയിച്ചു. അതിനിടെ മഹിഷൻ ദേവലോകം പിടിച്ചെടുത്തു. ശേഷിച്ച് ദേവസൈന്യം മൊത്തത്തിൽ ചിതറി. ഒടുവിൽ ദേവേന്ദ്രൻ്റെ അവസ്ഥ കണ്ട് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ചേർന്ന് തലപുകഞ്ഞ് ഒരു പോംവഴിയിലെത്തി. 3 പേരുടെയും അംശ ചൈതന്യത്തിൽ നിന്ന് അവരൊരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. അഘോരരൂപിണി അഗ്നേയകാരിണി അമാനുഷശക്തി അജയ്യ ശത്രുസംഹാരിണി അസുരഭാവരൂപിണി അനന്തപ്രകാശവാഹിനി ദുർഗ. ഇനി ആയുധങ്ങൾ വേണം ദുർഗയ്ക്ക് മഹിഷിനെ നേരിടാൻ. അതിനായി ശിവൻ തൻ്റെ ത്രിശൂലം നൽകി, വിഷ്ണു തൻ്റെ ചക്രവും, അഗ്നി തൻ്റെ അജയ്യമായ വേൽ നൽകി. ഹിമവാൻ ദുർഗയ്ക്ക് സഞ്ചരിക്കാൻ സിംഹത്തെയും, വരുണനും വിശ്വകർമാവും ചേർന്ന് ചെമ്പട്ടും ആഭരണങ്ങളും നൽകി. ബ്രഹ്മാവ് ദുർഗയ്ക്ക് അമരത്വവും നൽകി മഹിഷിനെ നേരിടാൻ യാത്രയാക്കി. ആട്ടക്കലി പൂണ്ട ദുർഗ മഹിഷിൻ്റെ മുന്നിലെത്തി ഒരു ഹുങ്കാരം പുറപ്പെടുവിച്ചു. ദേവലോകം മൊത്തത്തിലൊന്ന് വിറച്ചു. സമയം ദുർഗയ്ക്ക് വേണ്ടി നിശ്ചലമായി. വായു ദുർഗയ്ക്ക് പുറകിൽ സർവ്വശക്തിയും ആവാഹിച്ച് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാനെന്ന വണ്ണം നിലകൊണ്ടു. വരുണൻ സമുദ്രത്തെ ദുർഗയ്ക്ക് പുറകിൽ അസുര സൈന്യത്തിനെതിരെ പ്രതിരോധം തീർക്കാനായി അടകെട്ടി നിർത്തി. ഇതറിഞ്ഞ മഹിഷൻ തൻ്റെ സൈന്യത്തിലെ പയറ്റിത്തെളിഞ്ഞ യോദ്ധാക്കളായ ബാഷ്കളൻ, ചക്ഷുരൻ, ദുർഗമൻ, ത്രാമൻ, വിലാടൻ, അസിലോമോവ് എന്നിവരെ ദുർഗയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനായി അയച്ചു. മഹിഷനും ദുർഗയെ പിടിച്ചു കെട്ടാൻ പോയവർക്കും ഒരേ അബദ്ധമായിരുന്നു സംഭവിച്ചത്. തങ്ങൾക്ക് മുന്നിൽ എതിരെ നിൽക്കുന്നത് വെറുമൊരു സ്ത്രീയെന്ന തെറ്റിദ്ധാരണ. മാത്രമല്ല, ദുർഗയുടെ അഭോപ സൗന്ദര്യത്തിൽ പഠിച്ച ചുവടുകൾ പന്തിപ്പഴുത് തെളിയിക്കാനും തുടങ്ങി. അടവുകളിലെ തെളിഞ്ഞ പഴുതുകളിൽ ദുർഗ വെട്ടിക്കേറി മഹിഷൻ്റെ 6 യോദ്ധാക്കളും ദുർഗയുടെ ചടല ചൂടുവയ്പിൽ വെട്ടേറ്റ് വീണു. ഇതറിഞ്ഞ മഹിഷൻ തൻ്റെ മന്ത്രിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ വിജിമ്പൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു അതിസുന്ദരനായ മനുഷ്യനായി നിരായുധനായി ദുർഗയ്ക്ക് മുന്നിൽ ചെന്നു. ദുർഗയെ കണ്ടപ്പോൾ തന്നെ മഹിഷൻ്റെ മനസ്സ് ഒന്ന് ആടി ഉലഞ്ഞു. അത്രയ്ക്ക് സൗന്ദര്യം. മഹിഷൻ തൻ്റെ കണ്ണുകൾ ചിമ്മാതെ ദുർഗയെ നോക്കി നിന്നുപോയി. തൻ്റെ എന്തിനും പോന്ന യോദ്ധാക്കളെ വധിച്ച ശത്രുവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന കാര്യമൊക്കെ മഹിഷൻ മറന്നു. ഹേ സ്ത്രീയെ, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നതല്ല. നീ സുന്ദരിയാണ്, തീരെയും. എൻ്റെ ധർമ്മഭഗ്നിയായി ദേവലോകത്ത് സർവ്വ ആദരങ്ങളോടെ നിനക്ക് ഞാൻ സ്വാഗതം ചൊല്ലുന്നു. ഇത് കേട്ട ദുർഗ തൻ്റെ ഇടങ്കാൽ നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി. മഹിഷനൊന്ന് ഞെട്ടി. ഏയ് മഹിഷാസുര, നീ ഇത്ര ഭീരുവാണോ? തോൽവി നിന്റെ കൺമുന്നിൽ വന്നപ്പോൾ അനുരഞ്ജനത്തിൻ്റെ സ്വരവുമായി വന്നിരിക്കുന്നുവോ? തൻ്റെ മുഖത്ത് നോക്കി വെറുമൊരു പെണ്ണ് തന്നെ ഭീരുവെന്ന് വിളിച്ചത് മഹിഷൻ്റെ സകലക്ഷമയും കടപുഴക്കി. മഹിഷൻ തൻ്റെ മുകളിലേക്ക് നോക്കി ഒന്ന് അലറി. അതിനോടൊപ്പം തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഞൊടിയിടയിൽ മഹിഷൻ പരകായപ്രവേശം പകർന്നാടി ദുർഗയ്ക്ക് മുമ്പിലേക്ക് വെറുപിടിച്ച പോത്തായി ചീറിയെടുത്തു. ഇത് കണ്ടതോടെ സമയം മഹിഷൻ്റെ ഇടത്തേക്കും വരുണൻ വലത്തേക്കും ചൂടുമാറി. ദുർഗ തൻ്റെ വലത്തേക്കാല് തന്നെ നേരെ ചീറിയെടുത്ത മഹിഷൻ്റെ തലയ്ക്ക് നേരെ ഉയർത്തി ആഞ്ഞു ചവിട്ടി. ചവിട്ടുകൊണ്ട മഹിഷൻ്റെ മുൻകാലുകൾ മണ്ണിൽ പൂണ്ടുപോയി. മുൻകാലുകൾ മണ്ണിൽ നിന്നും എടുക്കുന്നതിന് മുമ്പ് ദുർഗ തൻ്റെ ഇടംകൈയിലെ ത്രിശൂലം മഹിഷൻ്റെ വലത്തെ കണ്ണിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി. ഒപ്പം തൻ്റെ വലത്തെ കൈയിലെ ചക്രം കൊണ്ട് മഹിഷൻ്റെ 2 ചെവികളും അറുത്തെടുത്തു. പ്രാണം പോകുന്ന വേദനയിൽ മഹിഷൻ തൻ്റെ പിൻകാലുകൾ നിലത്ത് ആഞ്ഞുകുത്തിയൊന്ന് മുകളിലേക്ക് ചാടാൻ തുനിഞ്ഞ ചെറിയൊരു സമയത്തിനിടയിൽ ദുർഗ മഹിഷൻ്റെ തലയിൽ ത്രിശൂലം കൊണ്ട് തുളയിട്ടു. മഹിഷന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഇതെല്ലാം സംഭവിച്ചിരുന്നു. മാത്രമല്ല, സമയം നിറച്ച യുദ്ധക്കളത്തിൽ മഹിഷന് വർത്തമാനകാലം നഷ്ടമായി കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രാണൻ തന്നിൽ നിന്ന് വേർപെടാൻ പോകുന്നുവെന്ന സത്യം അപ്പോഴാണ് മഹിഷന് മനസ്സിലായത് തന്നെ.
അങ്ങക്കലി തീരാഞ്ഞ് ദുർഗ തൻ്റെ ഇടങ്കാല് മഹിഷൻ്റെ തലയിൽ ആഞ്ഞു ചവിട്ടി. അവസാന ശ്വാസം തന്നിൽ നിന്ന് വേർപെടുന്നതിന് മുമ്പ് മഹിഷൻ ദുർഗയുടെ മുഖത്തേക്കൊന്ന് നോക്കി തൻ്റെ കണ്ണുകളടച്ചു. അപ്പോഴും കലിയടങ്ങാത്ത മഹിഷാസുര മർദിനി ദുർഗ തൻ്റെ ഇടങ്കാൽ നിലത്ത് ശക്തിയായി പ്രകരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ജനലക്ഷങ്ങൾ ദുർഗയായും ആദി പരാശക്തിയായും ഭവാനിയായും പല പേരുകളിൽ ദുർഗ ആരാധിക്കപ്പെടുന്നു. മഹിഷാസുരന് ദുർഗയിലൂടെ മോക്ഷം കിട്ടി. തൻ്റെ പേര് ദുർഗയ്ക്ക് മുന്നിൽ ചേർത്ത് ജനലക്ഷങ്ങളുടെ നാവിൻ തുമ്പിൽ ഇപ്പോഴും ജീവിക്കുന്നു. കാലം മഹിഷാസുരന് കൊടുത്ത അവസാന ബോണസ്.